കാരണം നമ്മൾ ഇന്നുവരെ സംഘടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പുത്തനങ്ങാടി കോളേജ് സമ്മാനിച്ചത്. ട്രൂപ്പിനെ തന്നെ ഇനി പുറത്ത് മറ്റു പരിപാടികൾ ഉപയോഗപ്പെടുത്താനും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പോലീസിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയാണ് അവരുടെ ഇവിടെ അരങ്ങിൽ അവതരിപ്പിച്ചത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മയക്കുമരുന്നെന്ന സാമൂഹിക വിപത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെ സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടിയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തൂഫാൻ വാരിയർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജനങ്ങളുടെ കൂട്ടായ്മ ശക്തമാകുകയാണ്. വിദ്യാർത്ഥികളെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെയും സന്ദേശമുയർത്തിയാണ് പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തൂഫാൻ വാരിയർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സെന്റ് മേരീസ് കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഡെന്നി CM അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇത്തരത്തിലുള്ള ജനകീയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് നജ്മ തബ്ഷീറ പറഞ്ഞു. സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടിയിൽ വെച്ച് നടന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള തൂഫാൻ വാരിയർ പരിപാടിയിലാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞു നിൽക്കുമ്പോൾ ഒരുപാട് ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നുവരെ സംഘടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പുത്തനങ്ങാടി കോളേജ് സമ്മാനിച്ചത്. ഇവിടെ സ്കിറ്റ് നടന്നു, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഷ് മോബ് നടന്നു. അതിനെതിരെയുള്ള സന്ദേശങ്ങൾ എന്ന് വെച്ചാൽ വളരെ ക്രിയേറ്റീവായിട്ട് പുതിയ ജനറേഷൻ ഈ ഒരു ആശയത്തോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും കോളേജിനും വളരെയധികം സന്തോഷമുണ്ട്. ഈ മെസ്സേജ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും ഈ നാടക ട്രൂപ്പിനെ തന്നെ ഇനി പുറത്ത് മറ്റു പരിപാടികൾ ഉപയോഗപ്പെടുത്താനും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും വളരെ സന്തോഷം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം പോലീസിന് വലിയ ആത്മവിശ്വാസമാണെന്നും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ വ്യക്തമാക്കി. നമ്മുടെ മലപ്പുറം ജില്ലയിലും ഒക്കെ ആയിട്ട് ഇപ്പം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണല്ലോ നമ്മൾ കുറേ പ്രോഗ്രാംസ്. ഒന്നും നമുക്ക് മോശമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സംഘടിപ്പിച്ചതിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഇതിലെ ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകാർ നല്ല ആക്റ്റീവാണ് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ പുത്തനങ്ങാടി പോലെ ഉള്ള ഒരു സ്ഥലത്തുള്ള ഒരു ഇതുപോലെ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എന്താ പറയുന്നത്, വളരെ മാതൃകാപരമാണ്. അതുപോലെ തന്നെ അവരിന്നോടെ ചെയ്ത സ്കിറ്റ് മീൻസ് ഒരു ചെറിയ ലഘുനാടകം, പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷ് മോബ്. ആ ലഘുനാടകമൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം ഞങ്ങൾ പോലീസിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയാണ് അവരുടെ ഇവിടെ അരങ്ങിൽ അവതരിപ്പിച്ചത്. അപ്പം അത് ഇപ്പം മാഡം പറഞ്ഞതുപോലെ അത് പുറത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് നല്ല ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നാടകമാണ്. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനും അത് ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തതിനും ഈ കോളേജിനോടും ഒക്കെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ തൂഫാന്റെ ഭാഗമായിട്ട് ഇവർ നമുക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നാർക്കോട്ടിക് ക്ലബ്ബുകാരുടെ പ്രവർത്തനം കൂടുതലായിട്ട് നന്നായിട്ട് നടക്കട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ കൂടെ യുവജനങ്ങളുണ്ട്. നമ്മൾ യുവജനങ്ങളുടെ ശക്തി നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. അപ്പോൾ യുവജനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞതിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് സന്തോഷം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ജനകീയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ വരും ദിവസങ്ങളിലും കൂടുതൽ വ്യാപകമായി സംഘടിപ്പിക്കുമെന്ന് അങ്ങാടിപ്പുറം ഡിവിഷൻ മെമ്പർ അനിൽ പുലിപ്ര അറിയിച്ചു. നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജും സംയുക്തമായിട്ട് നടത്തിയ ഒരു തൂഫാന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നത്. വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു. ഏകദേശം 2000-ഓളം കുട്ടികളെ നിരത്തിലിറക്കിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പം ബ്ലോക്ക് ഇതുപോലുള്ള ഒരുപാട് പരിപാടികളെ നമ്മളെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ കൂടുതൽ പരിപാടികൾ നമ്മളെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു ദിവസത്തെ പരിപാടിയിൽ ഒതുങ്ങുന്നതല്ലെന്നും ക്യാമ്പസിൽ നിന്ന് സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന തുടർച്ചയായ ജനകീയ മുന്നേറ്റമായാണ് കോളേജ് ഇതിനെ കാണുന്നതെന്നും കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഡെന്നി CM പറഞ്ഞു. വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉത്തരവാദിത്ത ബോധം വളർത്തുകയും ലഹരിക്കെതിരായ ശക്തമായ സന്ദേശം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുകയുമാണ് തൂഫാൻ വാരിയർ ക്യാമ്പിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം
വ്യക്തമാക്കി. സെന്റ് മേരീസ് കോളേജ് പെരിന്തമണ്ണ ബ്ലോക്ക് പഞ്ചായത്തുമായി സംയുക്തമായിട്ട് ഇന്നിവിടെ തൂഫാൻ വാരിയർ എന്ന ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് ഈ പ്രദേശത്തു നിന്നുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഇല്ലാതാക്കുവാനായിട്ട് കോളേജും അധ്യാപകരും മുഴുവൻ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഇവിടെ മാത്രമല്ല സമൂഹത്തിൽ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സജ്ജമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഈ മയക്കുമരുന്ന് ഇല്ലാതാക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. സെന്റ് മേരീസ് കോളേജിൽ ശക്തമായ രീതിയിലുള്ള ഒരു ആന്റി നാർക്കോട്ടിക് സെല്ലുണ്ട്. അതിന് കീഴിൽ 10-30ഓളം കുട്ടികൾ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിൽ ആദ്യമേ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുവാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ സന്ദേശമുയർത്തിയ കലാപരിപാടികളും അരങ്ങേറി. ലഹരിക്കെതിരായ പ്രതിജ്ഞയും ചടങ്ങിൽ നടന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ആവിഷ്കരിച്ച സ്കിറ്റും ലഘുനാടകവും പരിപാടിയുടെ പ്രധാന ആകർഷണമായി. എന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റി, ഇനിയും തെറ്റും. ഞാൻ തെറ്റി. പോലീസോ? ഇത് എവിടെയാ? പോലീസ് സ്റ്റേഷനോ? ഞാൻ എന്താ ചെയ്യണത്? പറയൂ, എനിക്ക് എന്താ പറ്റിയത്? അതാണ് നമുക്ക് പറയുന്നത്. നീ എങ്ങനെ ഇങ്ങനായിപ്പോയി? പഠിക്കാൻ മിടുക്കനായിരുന്നു, വീട്ടുകാരെ കണ്ടിട്ടുണ്ട്. നീ എങ്ങനെയാണ് മാറിപ്പോയത്? നേരെ നിനക്ക് ഉള്ളിലെത്തിയപ്പോൾ നീ എന്തൊക്കെ ചെയ്തെന്ന് അറിയാമോ? നിന്റെ കുടുംബത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിലേക്കുണ്ടെന്ന് അറിയാമോ? എന്റെ അച്ഛനും അമ്മയല്ലേ? നിന്റെ പാർവതി അവളെവിടെ? ആ കുഞ്ഞെ നീ എന്താ ചെയ്തതെന്ന് അറിയാമോ? ലഹരിക്ക് അടിമയായി നീ ആ പിഞ്ചു ശരീരത്തെ പിച്ച് ചീന്തിയില്ലേ? ആ കുഞ്ഞ് എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നെന്ന് അറിയാമോ? ഇത് വായിച്ചു നോക്ക്, അവളുടെ ഡയറി. മരിച്ചു വീഴുമ്പോൾ അവൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഡയറി. സമൂഹത്തിന് ശക്തമായ സന്ദേശം പകർന്ന അവതരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ക്യാമ്പയിനിന്റെ ഭാഗമായി കോളേജിലെ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ ലോഗോ പ്രകാശനവും നടന്നു. സഹപാഠിക്കൊരു സ്നേഹവീട് പദ്ധതിയുടെ 2ാം വീടിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ഇതോടൊപ്പം 2000ഓളം വിദ്യാർത്ഥികൾ തൂഫാൻ വാരിയേഴ്സായി ക്യാമ്പയിനിന്റെ ഭാഗമായി. ചടങ്ങിൽ ആന്റി നാർക്കോട്ടിക് സെൽ കോർഡിനേറ്റർ MS അനിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫസീല, വാർഡ് മെമ്പർ കുഞ്ഞുമൊയ്തീൻ, UUC മുനാസിർ ബാസിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.